ഹലോ ഫ്രണ്ട്സ്. അപ്പം ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരുപാട് അഭിമാനം തോന്നിയൊരു ഒരു ഒരു ദിവസമാണ്. ഒരു പാരൻ്റ് എന്ന രീതിയിൽ ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് എൻ്റെ മോൻ്റെ സ്കൂളിൽ കോൺവെക്കേഷൻ സെറമണി ആയിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് ഗിഫ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഇതാ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും സ്റ്റേജിലേക്ക് വന്നു. സിസ്റ്റർ, ഫാദർ ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആദ്യം പ്രെയറാണ്. സിസ്റ്റർ ആ പ്രെയർ പാടുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒത്തിരി സന്തോഷമാണ്. അപ്പം എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ആണ് അവിടെ ഇരിക്കുന്നത് എൻ്റെ കുഞ്ഞ് ദേവുട്ട്. അവനും ആ സ്റ്റേജിലിരിക്കാനും അവരുടെ കൂടെ ഒന്നിച്ചിരിക്കാനായിട്ട് ഒരവസരം കിട്ടി. അവനായിരുന്നു ബെസ്റ്റ് സ്റ്റുഡൻറ്റ്. സോ ഒത്തിരി സന്തോഷം തോന്നി, ഒത്തിരി സന്തോഷം, അഭിമാനം തോന്നിയൊരു നിമിഷമായിരുന്നു അത്. ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ പിന്നെ സ്വാഗതമൊക്കെ കഴിഞ്ഞ് ഞാൻ ഓരോരുത്തരും സംസാരിച്ചു തുടങ്ങി. അച്ഛൻ സംസാരിച്ചു, സിസ്റ്റർമാർ സംസാരിച്ചു, എല്ലാവരെയും ഇങ്ങനെ കുട്ടികളെയൊക്കെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ വിളക്ക് കത്തിച്ച് അവർ ഉദ്ഘാടനം ചെയ്തു. ഒത്തിരി സന്തോഷമായി. അവനവിടെ നിന്ന് അവരുടെ കൂടെ എല്ലാത്തിനും എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷം അങ്ങനെ ആ ഒരു സ്റ്റേജിൽ അവനെ കണ്ടു കഴിഞ്ഞപ്പം. ബഹുമാനപ്പെട്ട കെൽസ സിസ്റ്ററിനെയും ക്യാപ്പ് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പുഷ്പ സിസ്റ്ററിനെയും ക്ഷണിക്കുന്നു. പിന്നെ ദേവുട്ടിനൊരു സ്പീച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ സ്പീച്ചൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവിടെ ഒരു ആയുണ്ട്. പോളിയൻ്റി എന്നാണ് ഞങ്ങൾ വിളിക്കുക. അപ്പോൾ പോളിയൻ്റി ഇപ്പം റിട്ടയർഡായി. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ വർഷം കൂടിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പോളിയൻ്റിക്ക് ആദരവ് കൊടുക്കണം. പൊന്നാട അണിയിച്ചു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. എല്ലാ പോളിയൻ്റിന് അങ്ങനെ മക്കളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്ത് കാര്യത്തിനാണെങ്കിലും, ഇപ്പം മക്കൾക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായാലും എല്ലാത്തിലും ആളുടെ ഒരു ശ്രദ്ധ എപ്പോഴും ഉണ്ടാവും. പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ അതുപോലെ ഗിഫ്റ്റും സമ്മാനമൊക്കെ കൊടുക്കണം.
ആരം PS. Paul. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മിസ്സുമാരും പോളി ആൻറ്റി ആ സെൻറ്ററിൽ നിൽക്കുന്നതാണ് എൻ്റെ മിസ്സ് ക്യാപ്പ് വെച്ചത് നിമ്മ ടീച്ചർ. അങ്ങനെ പിന്നെ കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. പിന്നെ ദേവുട്ടനെ തനിച്ച് നിർത്തി 2 ഫോട്ടോസൊക്കെ എടുത്തു. അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.